സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഫാമിലി വീക്ക് എന്ന് പറയുന്ന കാര്യം പറയുന്നതിന് മുൻപാണ് നമ്മൾ ഇവിടെ ടീം ഇട്ടത്, അല്ലെ? എടാ ചന്ദ്ര, ഇവിടെ എന്തെല്ലാം കുഴപ്പങ്ങളാണ് നടക്കുന്നത്. ഫാമിലി വീക്ക് എന്ന് പറയുന്ന കാര്യം പറയുന്നതിന് മുൻപാണ് നമ്മൾ ഇവിടെ ടീം ഇട്ടത്, അല്ലെ? ഒരു വേൾഡ് വാറിന് സാധ്യത കാണുന്നു. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. ഞാനാണ് ഡിസിഷൻ എടുത്തത്. എന്ത് ഡിസിഷനാണ് എടുത്തത്? എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആക്കി വെക്കുന്നുള്ള ഡിസിഷൻ എടുത്തത് ഞാനാണ്. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. നിന്നെ ഒന്നും പിരിച്ചുവിടാൻ പറ്റാത്തോണ്ട് എന്റെ കുത്തുവാള അടുപ്പിക്കാനുള്ള വിചാരം. അത് മാത്രല്ല, പിന്നെ മൂന്നാം നാളിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ കിച്ചൺ ക്യാപ്റ്റൻസി വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറിയിരുന്നു. അവിടെ പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. കിച്ചൺ ക്യാപ്റ്റൻസിനെ മുഖ വിലക്കെടുക്കാതെ പിന്നെ മാറിയിരുന്നു. രമണ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. രാത്രി പാതിരാത്രി 1 മണിക്ക് 2 മണിക്ക് ഇവിടെ ചപ്പാത്തിയും കാപ്പിയും ഉണ്ടാക്കി കഴിച്ചു. അത് പിന്നീട് കഴിവുകേട്. കാപ്പി ഉണ്ടാക്കി അത് കഴിച്ചു. പിന്നീട് കഴിവുകേട്. എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? ഇതിൽ കൂടുതൽ എന്തോന്ന് ചെയ്യാൻ? 3 മണിക്ക് ഞാൻ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് കഴിവുകേടാണ്. എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ആരാ മോനെ നീ? എന്താ അതിന്റെ പ്രശ്നം? നീ ഇങ്ങനെ ആളെ പേടിപ്പിക്കലേ പാടൂ. ഞാൻ ഉറക്കത്തിക്കാന്ന് ഞെട്ടും. കൃത്യമായിട്ട് മാനേജ് ചെയ്യണമായിരുന്നു. എന്തോന്നാടോ ഇത്? ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. തന്റെ കൂട്ടുകാരൻ ഉൾപ്പെടെ കിച്ചൺ ടീമിലെ ആൾക്കാർ ഉൾപ്പെടെയാണ് ഇവിടെ നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഈ നോക്കിയാ എന്നെ തിരുത്താൻ വരില്ലേ? ചീറ്റിപ്പോയല്ലേ? അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷയം. മനസ്സിലായോ? കിച്ചൺ ക്യാപ്റ്റനായിട്ട് അപ്പൊ ഞങ്ങൾക്ക് കൃത്യസമയത്ത് ഫുഡ് കിട്ടിയില്ല. അതാണ് സമയത്ത് കിട്ടിയില്ല. ശരി, സമയത്ത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അത് വിട് ഷാജിയേട്ടാ, ഇതിലും വലുതെന്തോ വരായിരുന്നത്. ഇതിലും വലുതല്ല വരാനുള്ള സുനാമിയാ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും തിരിഞ്ഞു പോവാം. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.